വയനാട് നിലച്ചരിവിൽ ഏற்பட்ட വെള്ളത്തിൽ ഏരാളமான കാൽനടകൾ അടിത്തുச் செல்லப்பட்டதால் மாடு வளர்ப்போர் தவித்து வருகின்றனர். முண்டக்கை, சூரல்மலை, அட்டமலை பகுதிகளில் 400க்கும் மேற்பட்ட மாடுகள் வளர்க்கப்பட்டு வந்தன. இந்நிலையில் ஏராளமான கால்நடைகள் ஆற்றில் அடித்துச் செல்லப்பட்டன. உயிர் தப்பிய மாடுகள் அச்சத்துடன் தேயிலை தோட்டத்தில் மேய்ந்து கொண்டிருக்கின்றன. மாடு வளர்ப்பவர்கள் பால் கொடுக்கும் மாடுகளை பிடித்து பால் கறந்து பின்னர் நிலப்பகுதியில் விடுகின்றனர். இதனிடையே இறந்த மாடுகள் குறித்து கால்நடை மருத்துவ குழுவினர் கணக்கெடுப்பு நடத்தி வருகின்றனர். അട്ടമല ഈ ഏരിയയിൽ 180 പശുക്കളുണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇപ്പോൾ നമുക്കൊരു 40 പശുക്കളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ കിട്ടാനുള്ളൂ. ബാക്കി പശുക്കളൊക്കെ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഒഴുകിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മണ്ണിനടിയിൽ പോയിട്ടുണ്ടാവാം. ഈ 3 വാർഡിലായിട്ട് ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ, ഈ 3 ഭാഗത്തായിട്ട് 180ഓളം പശുക്കളാണ് ഉണ്ടായിരുന്നത്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഫോളോ അപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഡോപ്റ്റ് ചെയ്യേണ്ട ആനിമൽസിനെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ടീമായിട്ട് എല്ലാ ദിവസവും ഇവിടെ 4-5 ഡോക്ടേഴ്സും അതുപോലെ തന്നെ പാരാവെറ്റനറി സ്റ്റാഫും ഒക്കെ ഡ്യൂട്ടിയിലുണ്ട്. എത്ര ആൾക്കാർ ഏതേത് ആനിമൽസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഡോഗ്സ് ഉണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതുപോലെ റെസ്ക്യൂ ചെയ്ത ആനിമൽസ് ഉണ്ടോ എന്നുള്ള എൻക്വയറി വരുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഘടനകളും ഇവിടെ ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. 148 പശുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ബാക്കി പശുക്കൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 145 പശു ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ 48 പശുവിനെ കണ്ടിട്ടുണ്ട്, ബാക്കിയും കൂടി കാണാനുണ്ട്. അതപ്പോൾ ഇങ്ങനെ തരിയാണ്. செய்திகளை உடனுக்குடன் தெரிந்து கொள்ள உடனே சப்ஸ்கிரைப் பண்ணுங்க.